ഇബ്രാഹിം ആമാ നഖം വെട്ടിയായിരുന്നു. വെട്ടിയായിരുന്നല്ലോ. എന്താ അതെ, ഷിഗല്ല എന്ന് പറഞ്ഞിട്ടൊരു അസുഖം ഇറങ്ങിയിട്ടുണ്ട്. കേട്ടായിരുന്നു. അത് എല്ലായിടത്തും പടർന്നു പിടിക്കുന്നുണ്ട്. 2 കുഞ്ഞുങ്ങളും മരിക്കുക വരെ ചെയ്ത്. അത് ചെറിയ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഇങ്ങനെ പകരുന്നത് കൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കണം. സൂക്ഷിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്നറിയാമോ? വൃത്തിയും അതാണ് മെയിൻ. നല്ല ചൂടുവെള്ളം മാത്രം കുടിക്കുക. ചൂടുവെള്ളം കുടിക്കാനൊക്കെ എല്ലാവർക്കും ഭയങ്കര പാടാണല്ലോ. നിങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്ന് തിളപ്പിച്ചാർച്ച് തന്നു വിടുന്ന വെള്ളം സ്കൂളിൽ പോയാലും കുടിക്കുക. അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ചൂടുവെള്ളമായിരിക്കണം എടുത്ത് കുടിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ടോയ്ലറ്റിൽ പോയിട്ട് വന്നാലും കൈ നന്നായി സോപ്പിട്ട് കഴുകുക. അത് വീട്ടിലായാലും ശരി, സ്കൂളിലായാലും ശരി. ഈ സ്കൂളിലെ കാര്യം എടുത്തു പറയുന്നത് ഒരുപാട് കുട്ടികളുള്ളതുകൊണ്ടും അത് എളുപ്പം പകർന്നു പിടിക്കുന്നതും കൊണ്ടാണ്. ബാത്റൂമിൽ പോയാൽ കൃത്യമായി ശുചിത്വം പാലിക്കണം. അതിന് ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നു. ഓടി അങ്ങോട്ട് പോയി വർത്താനത്തിൻ്റെ ഓടി ഇറങ്ങി നോ. കാരണം ഇത് വയറിളക്കം, ഛർദില പോലുള്ള അസുഖമാണിത്. അതിന്റെ വേറൊരു ടൈപ്പ് ഓഫ് അസുഖമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? അതാ സിംറ്റംസ് ഈ വയറിളക്കം, ഛർദിലാണ്. പിന്നൊരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മള് ഫ്രണ്ട്സിന്റെ ഫുഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുന്നത് കുറച്ച് നാളത്തേക്ക് അത് വേണ്ട. വേറൊന്നും കൊണ്ടല്ല, ഈ കണ്ടാമിനേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഈ അസുഖം ഷിഗല്ല വന്ന ഒരാള് അത് മാറിയാലും അയാളുടെ ശരീരത്തിലും മലത്തിലൊക്കെ 3 ആഴ്ച വരെ ഇതിങ്ങനെ നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അത് അവരുണ്ടാക്കുന്ന ഫുഡിൽ നിന്നും ഇത് പകരാം. അവരുണ്ടാക്കരുത് എന്നാണ്. പക്ഷെ ചിലപ്പോൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ. അപ്പൊ അത് നമ്മൾ അറിയാതെ ഇമ്മ്യൂണിറ്റി ഡിപ്പെൻഡ്സ് ഓൺ അവർ ഇമ്മ്യൂണിറ്റി. അപ്പൊ ചിലപ്പോൾ നമുക്കായിരിക്കും ഇത് പിടിക്കുന്നത്. അപ്പം ഇത് മാത്രമല്ല, ഷിഗല്ല മാത്രമല്ല, ഒരുപാട് തരം വൈറൽ ഫീവർ ഉണ്ട്. നിപ്പ ഉണ്ട്. അതായത് കടിച്ച ഫ്രൂട്ട്സോ പേരയ്ക്കായോ അത് ഇതൊക്കെ വഴി കിടന്നാലോ ഒന്നും എടുത്ത്, ചാമ്പയ്ക്കൊക്കെ സീസണാണ്. അപ്പോഴൊക്കെ കാണുമ്പോൾ ഉടനെ പിള്ളേർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇതെടുത്ത് തിന്നാൻ. ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതെല്ലാം ഒന്ന് സൂക്ഷിക്കുക. നമ്മുടെ വ്യക്തി ശുചിത്വം, അതായത് പേഴ്സണൽ ഹൈജീൻ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യക്തി ശുചിത്വം പാലിക്കുക. കൈ സോപ്പ് നമ്മൾ കൊറോണയ്ക്ക് ചെയ്തിരുന്നില്ലേ കൈ കഴുകുക, അതുപോലെ നന്നായി കൈ കഴുകുക. ടോയ്ലറ്റിൽ പോയാലും വന്നാലും ഫുഡ് കഴിക്കുമ്പോഴും അതുപോലെ തന്നെയാണ് നഖം വെട്ടുക. അതാണ് ഞാൻ ചോദിച്ചത്. നഖത്തിന്റെ അടിയിലൊക്കെ കയറി അഴുക്കിരിക്കത്തില്ലേ, അതിൽ നിന്നൊക്കെ ഇതിങ്ങനത്തെ കണ്ടാമിനേഷൻസ് വരാം. ഓക്കെ, ഒരിക്കലും മറക്കരുത്. മഴ സീസണാണ്. അപ്പോൾ പലതരത്തിലുള്ള ഡിസീസസ് ഉണ്ട്. സ്കൂളുകളിലൊക്കെ അത് പകർന്നു പിടിക്കുന്നുണ്ടാവും. നമ്മൾ സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കുക. ഓക്കെ.